കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കുറച്ച് ബൈക്കിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ബജാജിൻ്റെ 220യുടെ ഒക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലുള്ള മോട്ടോർ സൈക്കിൾ കണ്ടന്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ ബൈക്കിനെ കുറിച്ച് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. ഇനി വരാൻ പോകുന്ന ബൈക്കിനെ കുറിച്ചും ബൈക്കിൻ്റെ പ്രൈസ് അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബൈക്കിൻ്റെ അപ്ഡേറ്റ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ കമൻറ്റ്സും റീപ്ലൈ തരാം. നമ്മൾ മെയിനായിട്ടും റഷിലും പവർ ലിഫ്റ്റ് ബൈക്ക് വാല എന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു സോഴ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ജെനുവിൻ ആയിട്ടുള്ള ന്യൂസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ജെനുവിൻ തന്നെ ആയിരിക്കും. ഫസ്റ്റ് അപ്ഡേറ്റ് ഹാർലി ഡേവിഡ്സൻ്റെ ആണ്. ഹാർലി ഡേവിഡ്സൻ്റെ X440യുടെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5,000 റുപ്പീസിൻ്റെ പ്രൈസ് ആയിക്കാണ് വണ്ടിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഹാർലി ഡേവിഡ്സൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ എഞ്ചിൻ വെച്ചിട്ട് തന്നെ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു സ്പ്രിൻറ്റ് 440 എന്ന് പറയുന്ന ഒരു ക്രൂസർ മോട്ടോർ സൈക്കിൾ അവർ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 2 മന്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തേക്കാം. സെക്കൻഡ് അപ്ഡേറ്റ് ബജാജിൻ്റെ N125ൻ്റെ ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ ഒരു പുതിയ വേർഷൻ അവർ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ സ്പൈ ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡിസൈനിലും ചെറിയ മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്ലിറ്റഡ് സീറ്റിലാണ് വണ്ടി ഇപ്പോൾ വന്നേക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനിലും ചെറിയ മാറ്റങ്ങളുണ്ട്. വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൈഡിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബാക്കി എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. 125cc എയർ കൂൾഡ് എഞ്ചിൻ തന്നെ ആയിരിക്കും. മേ ബി എഥനോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനായിരിക്കാം. E20ക്ക് മുകളിലുള്ള ഒരു എഞ്ചിൻ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. തേർഡ് അപ്ഡേറ്റ് കവാസാക്കിയുടെ നിഞ്ച 500ൻ്റെ ആണ്. ഈ ഒരു മോഡൽ നിർത്തുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നേക്കുന്നത്. വണ്ടി CB യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ GSTയിലൊക്കെ കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പം പഴയ മോഡലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10,000 റുപ്പീസ് കൂടുതലാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ മോണോ ഷോക്കാണ്. പിന്നെ ഡുവൽ ചാനൽ ABSും ട്രാക്ഷൻ കൺട്രോളൊക്കെ വണ്ടിക്കുണ്ട്. 451cc പാരലൽ ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റേറ്ററായിട്ട് വരുന്നത് അപ്പർലിയുടെ RS 457ഒക്കെയാണ്. ഇതൊരു E20 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എഞ്ചിനും കൂടിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5.76 ലാക്കാണ് എക്സ്ഷോറും. ഫോർത്ത് അപ്ഡേറ്റ് നോർട്ടൻ്റെ ആണ്. നോർട്ടൻ്റെ മോട്ടോർ സൈക്കിൾ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. നോർട്ടൻ്റെ അറ്റ്ലസ് GT എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. നോർട്ടൺ ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ബട്ട് ഇപ്പോൾ TVSൻ്റെ ഉടമസ്ഥതയിലാണ് നോർട്ടനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ടൈപ്പ് നടത്തിയിട്ടാണ് ഇന്ത്യയിലേക്കുള്ള കുറച്ച് മോഡലൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് മോഡൽസ് വരാനുണ്ട്. ബട്ട് ഇപ്പം പെട്ടെന്ന് വരാൻ പോകുന്നത് നോർട്ടൻ്റെ അറ്റ്ലസ് GT ആയിരിക്കും. വണ്ടിയുടെ എഞ്ചിൻ 585cc ലിക്വിഡ് കൂൾഡ് പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഇതൊരു 270 ഡിഗ്രി ക്രാങ്ക് ഉള്ള ഒരു എഞ്ചിനാണ്. ഇതിലെ മാക്സിമം പവർ 69 bhp ആണ്. 9300 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് 57 ആണ്. 7500 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സ്പോക്കറ്റിൻ്റെ ടീത്ത് 16, ബാക്കിൽ 47 ആണ് ടീത്ത്. സ്റ്റീൽ ട്രെല്ലീസ് ഫ്രെയിമിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. ഫ്രണ്ടിൽ 43 mm UST ഫോർക്കാണ്. അഡ്ജസ്റ്റബിലിറ്റിയിലാണ്. ബാക്കിൽ മോണോ ഷോക്കുമാണ്. പിന്നെ ടയർസൊക്കെ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും സെയിം ടയർസാണ്. 17 ഇഞ്ച് വീൽസാണ്. അലോ വീലുമാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ റേഡിയലി മൗണ്ടഡ് ആയിട്ടുള്ള വൈബ്രേറ്റർ ബ്രേക്കിംഗ് കാലിപ്പേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 310 mm ബാക്കിൽ 270 mm ആണ് ഡിസ്കിൻ്റെ സൈസ്. ഒരു 3 മന്തിനുള്ളിൽ തന്നെ വണ്ടിയുടെ ലോഞ്ചും പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റ് ഹീറോയുടെയാണ്. ഹീറോയുടെ Xpulse 400 ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഐക്മയിൽ വണ്ടിയുടെ ഡിസൈൻ അവർ കൺസെപ്റ്റ് മോഡൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് വണ്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് പിക്ക് വേണ്ടി ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്യാം. ഏകദേശം വണ്ടി ഇങ്ങനെ തന്നെ ആയിരിക്കും ഡിസൈനൊക്കെ വരാൻ പോകുന്നത്. ഒരു പ്രോപ്പർ ADV സ്റ്റൈലിൽ തന്നെയാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസിലൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. സിംഗിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. വൈഡർ ഹാൻഡിൽ ബാറാണ്. നെക്കിൾ ഗാർഡ് വരുന്നുണ്ട്. സ്പോക്ക് വീൽ ടയർസാണ്. മേ ബി ട്യൂബ്ലെസ്സും ഈ ഒരു മോഡലിൽ ഉണ്ടായിരിക്കാം. പിന്നെ ഡുവൽ ചാനൽ ABS ഉണ്ടാവും. ട്രാക്ഷൻ കൺട്രോളും റൈഡിംഗ് മോഡ്സും ക്വിക്ക് ഷിഫ്റ്ററും വണ്ടിയിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 421cc ലിക്വിഡ് കൂൾഡ് DOS എഞ്ചിനായിരിക്കും. നിലവിൽ ഇപ്പോൾ ഹീറോ ഏത് ബൈക്കിൽ യൂസ് ചെയ്യാത്തൊരു എഞ്ചിനായിരിക്കും. ഇതൊരു പുതിയ എഞ്ചിനും കൂടിയാണ്. ഏകദേശം ഒരു 40 bhp ആയിരിക്കും വണ്ടിയുടെ പവർ എക്സ്പെക്ട് ചെയ്യുന്നത്. 40 Nm ടോർക്കും ഉണ്ടായിരിക്കും. 6 സ്പീഡ് ട്രാൻസ്മിഷൻ തന്നെയാണ്. ഹീറോ പുതിയ എഞ്ചിൻ കൊണ്ടുവരുമ്പോഴും ചെറിയ പേടിയുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കരിസ്മയുടെ എഞ്ചിനും പുതിയതായിരുന്നു. പുതിയ എഞ്ചിനായിരുന്നു 210. ആ വണ്ടി Xpulseലേക്ക് വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. Xpulseൻ്റെ എല്ലാ ബാച്ചിലുള്ള മോഡലും ഈ ഒരു കംപ്ലയിൻ്റ് ഒന്നും വരുന്നുമില്ല. കുറച്ച് ബാച്ചിനാണ് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് അവർ മെയിനായിട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് വണ്ടി ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും നല്ലൊരു ടോർക്ക് എഞ്ചിനായിരിക്കും. വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡെക്കാർ ടീംസിലെ കുറച്ച് ആൾക്കാരൊക്കെയാണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ് വണ്ടി അവർ പുറത്തിറക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റിംഗ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായി. ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു എഞ്ചിൻ ഹീറോ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ലൊരു എഞ്ചിനാണെങ്കിൽ കൂടി മാത്രമേ വണ്ടി സക്സസ് ആവുള്ളൂ. ഇതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് 2026 നവംബറിൽ വണ്ടി ഒഫീഷ്യലി അൺവെയിൽ ചെയ്തേക്കാം. ഡിസൈനൊക്കെ ഒഫീഷ്യൽ ലോഞ്ച് എന്തായാലും 2027 ആറാമത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ പൾസർ 220Fൻ്റെ 2026 വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയാനുള്ളത് പഴയ മോഡലിലെ ഹാലജൻ ബൾബായിരുന്നു. അതായത് ലോ ബീം ആയാലും ഹൈ ബീം ആയാലും ഹാലജനിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അതവർ മാറ്റിയിട്ട് ഫുള്ളി LED പ്രൊജക്ടർ ഹെഡ് ലാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയിലേക്ക് ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ DRലും ഇൻഡിക്കേറ്ററൊക്കെ LED മാറ്റിയിട്ടുണ്ട്. നൈറ്റ് റൈഡിങ്ങിലൊക്കെ കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുന്നതാണ് ഇപ്പോൾ ബജാജ് ക്ലെയിം ചെയ്തേക്കുന്നത്. വേറെ അങ്ങനെ എടുത്തു പറയേണ്ടൊക്കെ മാറ്റങ്ങളൊന്നും വണ്ടിക്കില്ല. നമ്മൾ NSലൊക്കെ കണ്ട സെയിം മീറ്റർ കൺസോളാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചാർജും ബോട്ടൊക്കെ കാണാൻ പറ്റും. മീറ്റർ കൺസോളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പി ഫോർക്കാണ്, ബാക്കിൽ അത് ഡബിൾ ഷോക്കാണ് സ്പ്രിംഗ് ടൈപ്പിലുള്ള. പിന്നെ എഞ്ചിനിലും ഒരു മാറ്റമില്ല, സെയിം ആണ്. 220cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. 20 bhp ആണ് പവർ, 18.5 Nm ആണ് ടോർക്ക്. 220 ഒരിക്കലും ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ സിംഗിൾ ചാനൽ ABS ആണ്. വണ്ടി ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഒരുപാട് നാളായി, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ബൈക്കൊന്നുമല്ല. മാത്രമല്ല ബജാജ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ് കൊടുക്കുന്നതല്ലാണ്ട് മേജറായിട്ടുള്ള അപ്ഡേറ്റൊന്നും അവർ കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഒരിക്കലും ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മോഡലൊന്നുമല്ല, പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത്. പുതിയ മോഡലിൻ്റെ പ്രൈസ് 1,36,000 രൂപയാണ്. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 8,000 രൂപയോളം കൂടിയിട്ടുണ്ട്.